ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഡേ 4 ആണ് ആംസ്റ്റർഡാമിൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് യോട്രക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അത് ഇവിടുത്തെ ഒരു വില്ലേജാണ്. ഇവിടെ കനാൽസ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബ്രിഡ്ജസ് അതൊക്കെയാണുള്ളത് മെയിനായിട്ട്. അപ്പം നമ്മളിവിടുത്തെ കുറച്ച് ഹാർബർ വാക്ക് പോലെ അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡോം ടവർ ഉണ്ട്, അത് കാണാൻ പോകണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഈ മെട്രോ സ്റ്റേഷനിൽ വന്ന് നിൽക്കുവാണ്. ഇവിടുത്തെ ഇനി മെല്ലെ അങ്ങോട്ട് നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കാസിൽ കാണാൻ പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകെ എല്ലാ കാഴ്ചകളും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, എന്നാൽ ഞങ്ങളിവിടുത്തെ ഒരു ഫേമസ് കഫേയിലേക്കാണ് പോകുന്നത്. 30 ml കഫേ എന്ന് പറഞ്ഞത്. ഓൾമോസ്റ്റ് എത്തി. ഇവിടെ ഇപ്പോൾ ചെറിയൊരു ഡ്രിസ്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും ദിവസം അടിപൊളി കാലാവസ്ഥയായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ, അന്നേരം അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 2 ക്യാപ്പിച്ചിനോ ഓർഡർ ചെയ്തു, പിന്നെ പാൻ കേക്കും. ക്യാപ്പിച്ചിനോ വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ കഫേ കേട്ടോ. ഇതാണ് ക്യാപ്പിച്ചിനോ വന്ന് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളിവിടുന്ന് ഒരു പാൻ കേക്ക് ഡീലക്സ് ഓർഡർ ചെയ്തു. അതിനകത്ത് 4 പാൻ കേക്ക് വരുന്നുണ്ട്, പിന്നെ ചോക്ലേറ്റിൻ്റെ ക്രീം വരുന്നുണ്ട്, സ്ട്രോബെറി, ചെറി, റാസ്ബെറി എല്ലാ ബെറീസും വരുന്നുണ്ട്. കണ്ടിട്ട് യമ്മിയാന്ന് തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്കട്ടെ. അങ്ങനെ നമ്മൾ കഫേയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഡോം ടവറിലോട്ടാണ്. ഡോം ടവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോളസ്റ്റ് ചർച്ച് ടവറാണ് കേട്ടോ. അതായത് നെതർലാൻഡ്സിൽ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ചർച്ച് ടവറാണ് ഡോം ടവർ. ഇത് ബിൽറ്റ് ചെയ്തത് 14th സെഞ്ച്വറിയിലാണ് കേട്ടോ. പിന്നെ ഇതുള്ളത് നെതർലാൻഡ്സിലെ ഉട്രെക്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ടോപ്പിൽ പോകാം. പിന്നെ പക്ഷേ പോകണമെങ്കിൽ 465 സ്റ്റെപ്സ് കയറണം കേട്ടോ. നമുക്ക് അങ്ങനെയാണ് ഒരു അടിപൊളി വ്യൂ കിട്ടും. നമ്മൾ കയറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഡോം ടവറെ. നെക്സ്റ്റ് പോകുന്നത് ഡേഹാർ കാസിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 30 minutes ഉണ്ട് ഇവിടെ നിന്ന്. നമ്മൾ ബസ്സിനാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കാസിലെത്തി കേട്ടോ. അപ്പോൾ ഇതാണ് കാസിലിൻ്റെ എൻട്രൻസ്. പിന്നെ കാസിലിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമ്മൾ വേറൊരു ടിക്കറ്റ് എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് ടിക്കറ്റ് കിട്ടുമോ നോക്കാം കേട്ടോ. ഞങ്ങളിപ്പോൾ നെതർലാൻഡ്സിലെ ഡ്യൂഹാർ കാസ്റ്റലിൻ്റെ മുന്നിലാണ്. ഡ്യൂഹാർ കാസ്റ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ലക്ഷറിയസ് കാസ്റ്റലാണ് നെതർലാൻഡ്സിലെ. അതിൻ്റെ വീഡിയോ ആണ് ഞങ്ങളുടെ ബാക്കിലുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഡേഹാർ കാസിൽ. ഒരു അടിപൊളി കാസിലാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നമുക്കൊരു ഫെറി ടൈൽ കാസിൽ എന്ന് തന്നെ പറയാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ കാസിലാണ് നെതർലാൻഡ്സിലെ ലാർജസ്റ്റ് കാസിൽ കേട്ടോ. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അകത്ത് കയറാനുള്ള ടിക്കറ്റ് കിട്ടിയില്ല കേട്ടോ. സോൾഡ് ഔട്ട് ആയി പോയായിരുന്നു. ഈ കാസിലിൻ്റെ വെളിയിൽ തന്നെ കാണാൻ വേണ്ടി ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അടിപൊളി ഗാർഡൻസും പിന്നെ ബ്രിഡ്ജസും ടവറും എല്ലാം കൂടെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കാസിൽ ഒറിജിനലി ബിൽറ്റ് ചെയ്തത് 14th സെഞ്ച്വറിയിലാണ്. പിന്നെ അതിന് ശേഷം ഇത് റീബിൽറ്റ് ചെയ്തായിരുന്നു, അത് 18th 19th സെഞ്ച്വറിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കാസിൽ ഓൺ ചെയ്യുന്നത് വാൻ സോലെൻ എന്ന് പറഞ്ഞ ഫാമിലിയാണ് കേട്ടോ. അവർ ഒക്കേഷണലി ഇപ്പോഴും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. എന്ത് രസമല്ലേ കാസിൽ കാണാൻ വേണ്ടിയിട്ട്. വെള്ളവും സ്കൈയും അതിനിടയിൽ കാസിലും ഒരു അടിപൊളി ലുക്കല്ലേ. ഭയങ്കര രസമായിരുന്നു ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ 4 സൈഡിലും പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഡിഫറെൻറ്റ് ലുക്കായിട്ട് നമുക്ക് തോന്നും. ഭയങ്കര രസമായിരുന്നു ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവർ ഗാർഡനൊക്കെ ഭയങ്കര നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഗാർഡനും എല്ലാം കൂടെ ആയിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു അടിപൊളി ലുക്കാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ 2 hours ഒക്കെ വേണം ഫുൾ എല്ലാ സൈഡും നടന്ന് കണ്ട് ഗാർഡനും എല്ലാം കൂടെ കണ്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.